ഹലോ, ഞങ്ങൾ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. ഇവിടെ ഹൈലൈറ്റ് മോളിൽ നിന്നാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ നല്ല ഒരു നാടൻ ഊണ് കഴിച്ച ഒരു ഫീൽ, നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ്. പിന്നെ തുടരും പോലെ അങ്ങനത്തെ ഒരു പിക്ചർ അല്ല, പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടനും നമ്മുടെ അമൽ ഡേവിസും തമ്മിലുള്ള കോംബോ അടിപൊളി, ഒരുപാട് ചിരിക്കാനുണ്ട്. പിന്നെ ഈ ഒരു 2-2.5 മണിക്കൂറൊക്കെ നമുക്ക് അങ്ങനെ പോയതായിട്ട് അറിയത്തില്ല. കാരണം ഇങ്ങനെ ഓരോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഓരോ സീനും മാറിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. യേശു, നിനക്കെന്താ പറയാനുള്ളത്? ഇങ്ങനെയുണ്ട് സിനിമ? ഭയങ്കര സിനിമ അല്ലേ? അടിപൊളി. എന്താണ് നമ്മുടെ ലാലേട്ടൻ? അടിപൊളി അടിപൊളി. നല്ലൊരു ഓണസദ്യ, ഓണത്തിന് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ അടിപൊളി സിനിമ. അപ്പം പൈസ എന്തായാലും പോവില്ല, അത് ഉറപ്പാണ്. പിന്നെ പഴയ സിനിമയിലൊക്കെ ലാലേട്ടൻ കാണിച്ചിരുന്ന ചെറിയ ചെറിയ പിന്നെന്താ ഫേസ് കൊണ്ടിട്ടുണ്ടാവുന്ന ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അതും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും സംഗീത് പ്രതാപ്, നമ്മുടെ അമൽ ഡേവിസ് ആള് ചെറുതാണല്ലോ, എങ്ങനെ ലാലേട്ടനായിട്ട് കോമ്പോന്ന്. പക്ഷെ ഭയങ്കര രസം. ഒരു സീനിൽ പോലും അമൽ ഡേവിസ് ഒട്ടും തന്നെ പുറകിൽ പോയിട്ടില്ല, നമ്മുടെ ലാലേട്ടനൊപ്പം തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഒന്ന് പോയി കണ്ടോളൂ. അടിപൊളി സിനിമയാണ് കേട്ടോ. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാം, കുട്ടികളുമായിട്ട് പോയി കാണാം. ഞങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ചെറിയ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അമ്മമാര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഷോയിൽ തന്നെ. അതുപോലെ തന്നെ നല്ല കോമഡി നല്ലോണം വർക്ക് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ കോമഡി വരുന്നുണ്ട്, രസമുണ്ട്. പിന്നെ നമ്മൾ സാധാരണ വിചാരിക്കുന്ന ഒരു ക്ലീഷേ ഒരു സംഭവം ഒന്നും അല്ല. അതെന്തായാലും ഇപ്പൊ ഞാൻ കൂടുതൽ പറയുന്നത് സ്പോയിലർ ആയി പോകണ്ട, അതുകൊണ്ട് നിങ്ങൾ കണ്ടോളൂ. ശരിക്കും ഭയങ്കര സസ്പെൻസ് ഒക്കെ ഉണ്ട് പല സ്ഥലത്തും, നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരെയൊക്കെ കാണാം. അപ്പൊ എന്തായാലും എല്ലാവരും പോയി കണ്ടോളൂ കേട്ടോ. ഹൃദയപൂർവ്വം ഓണം തൂക്കി. എന്താ കേശു? സൂപ്പർ. ഓക്കെ.